ദേശാഭിമാനി മുഖപ്രസംഗം 2024 ഫെബ്രുവരി 1. പ്രതീക്ഷയുടെ ഉച്ചകോടി. കേരളത്തിന്റെ കായിക സമ്പദ് വ്യവസ്ഥയ്ക്ക് ഊർജവും ദിശാബോധവും നൽകിയാണ് രാജ്യാന്തര കായിക ഉച്ചകോടി തിരുവനന്തപുരത്ത് സമാപിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഉച്ചകോടി രാജ്യത്ത് തന്നെ ആദ്യമാണ്. 25 പദ്ധതികളിലായി 5025 കോടി രൂപയുടെ നിക്ഷേപം സമാഹരിക്കാനായത് സുപ്രധാന നേട്ടം. കേരളത്തിന്റെ കായിക ചരിത്രത്തിൽ ഇതിന് സമാനതകളില്ല. പദ്ധതികൾ പ്രഖ്യാപനത്തിൽ അവസാനിക്കില്ലെന്നും തുടർ പരിശോധനയും യാഥാർത്ഥ്യമാക്കാനുള്ള നടപടികളും ഉണ്ടാകുമെന്നുമാണ് കായിക മന്ത്രി വി അബ്ദുറഹ്മാന്റെ പ്രഖ്യാപനം. ആദ്യ 100 ദിവസം സർക്കാരിന്റെ നിതാന്ത ജാഗ്രതയുണ്ടാകും. ഒരു വർഷത്തിനുള്ളിൽ പദ്ധതികളെല്ലാം ട്രാക്കിലാകുമെന്നാണ് പ്രതീക്ഷ. കായിക രംഗത്ത് ഭാവി മുന്നിൽ കണ്ടുള്ള ചെറുതും വലുതുമായ പദ്ധതികളുണ്ട്. ക്രിക്കറ്റിനും ഫുട്ബോളിനും ഉന്നത നിലവാരത്തിലുള്ള സ്റ്റേഡിയങ്ങൾ വരുന്നുവെന്നതാണ് സന്തോഷകരമായ കാര്യം. കൊച്ചിയിൽ രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയം ഉൾപ്പെടെയുള്ള സ്പോർട്സ് സിറ്റി പദ്ധതിക്കും കോഴിക്കോട്, തൃശൂർ, പത്തനംതിട്ട ജില്ലകളിലെ പദ്ധതികൾക്കുമായി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ 1200 കോടി രൂപ നിക്ഷേപിക്കുമെന്ന് അറിയിച്ചു. കേരള ഫുട്ബോൾ അസോസിയേഷനുമായി ചേർന്ന് 8 രാജ്യാന്തര നിലവാരത്തിലുള്ള ഫുട്ബോൾ സ്റ്റേഡിയങ്ങളും 4 ഫുട്ബോൾ അക്കാദമികളും സ്ഥാപിക്കാൻ 800 കോടി രൂപയുടെ നിക്ഷേപം ഗ്രൂപ്പ് മീരാനും സ്കോർലൈൻ സ്പോർട്സും ചേർന്ന് വാഗ്ദാനം ചെയ്തു. കൊച്ചിയിൽ 650 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന കായിക സമുച്ചയമായ ലോർഡ് സ്പോർട്സ് സിറ്റിയാണ് മറ്റൊരു പദ്ധതി. പുതിയ കാലത്തിന്റെ കളിയായ ഇ സ്പോർട്സ് രംഗത്തും മികച്ച നിക്ഷേപത്തിനുള്ള സാധ്യത തെളിഞ്ഞു. നോ സ്കോപ്പ് ഗെയിമിംഗ് ഇതിനായി 350 കോടി രൂപ നിക്ഷേപിക്കും. സാഹസിക കായിക വിനോദം, ജലകായിക വിനോദം എന്നിവയിൽ 200 കോടി രൂപ നിക്ഷേപിക്കാൻ ഈ രംഗത്തെ മുൻനിരക്കാരായ ജെല്ലി ഫിഷ് വാട്ടർ സ്പോർട്സ് തയ്യാറായി. കോഴിക്കോട് സ്റ്റേഡിയം വികസനവുമായി ബന്ധപ്പെട്ട് 450 കോടി രൂപയുടെ നിക്ഷേപം പ്രീമിയർ ഗ്രൂപ്പും വാഗ്ദാനം ചെയ്തു. ഫുട്ബോൾ താരം CK വിനീതിന്റെ നേതൃത്വത്തിലുള്ള 13th ഫൗണ്ടേഷൻ 300 കോടി രൂപയുടെ നിക്ഷേപവുമായി രംഗത്തു വന്നു. ഇവയെല്ലാം യാഥാർത്ഥ്യമായാൽ അടിസ്ഥാന വികസന രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ വഴിഞ്ഞൊഴുകും. അങ്ങനെയെങ്കിൽ രാജ്യാന്തര മത്സരങ്ങളുടെ പ്രധാന വേദിയായി കേരളം മാറാൻ അധികകാലം വേണ്ടിവരില്ല. സ്പോർട്സ് മലയാളികളുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. കളികളെ ആവേശത്തോടെ സ്വീകരിക്കുന്ന നാടാണ് നമ്മുടേത്. അതുകൊണ്ടാണല്ലോ ഇന്ത്യ കളിക്കാത്ത ലോകകപ്പ് ഫുട്ബോൾ കാണാൻ ഉറക്കമൊഴിച്ചിരിക്കുന്നത്. അർജന്റീനയും ബ്രസീലുമൊക്കെ സ്വന്തം ടീമായി മാറുന്നതിന്റെ പൊരുളും മറ്റൊന്നല്ല. ഇന്ത്യയുടെ കായിക മുന്നേറ്റത്തിന്റെ പതാകവാഹകരായി എക്കാലത്തും കേരളമുണ്ടായിരുന്നു. കോവിഡിന് ശേഷം ദേശീയ രംഗത്ത് ചില മത്സര ഇനങ്ങളിൽ പിന്നോട്ടടിയുണ്ടായി. പോരായ്മകൾ തിരിച്ചറിഞ്ഞ് പരിഹരിക്കാനും കൂടുതൽ കരുത്തോടെ മുന്നോട്ടു പോവാനും സർക്കാരിന്റെ ഇടപെടലുണ്ട്. കായിക രംഗത്തെ അടിസ്ഥാന വികസനത്തിന് 1700 കോടി രൂപയാണ് ചെലവഴിച്ചത്. പുതിയ കായിക പരിശീലന പദ്ധതികളും കായിക നയവും ഭാവി മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ്. പൊതുജനാരോഗ്യവും കായികക്ഷമതയും ഉറപ്പുവരുത്തുന്ന നവകായിക കേരളമാണ് വിഭാവനം ചെയ്യുന്നത്. കളിക്കാരെ പ്രധാന മേളകൾക്കായി സജ്ജരാക്കുന്നുണ്ട്. നേട്ടങ്ങൾ കൈവരിച്ചവരെ പാരിതോഷികവും ജോലിയും നൽകി ആദരിക്കുന്നു. സർക്കാരിൻ്റെ ഈ സമീപനത്തിൻ്റെ തുടർച്ചയാണ് കായിക ഉച്ചകോടിയും. ഇന്ത്യൻ കായിക രംഗത്തെ സൂപ്പർ പവറായി കേരളത്തെ മാറ്റാനുള്ള സുപ്രധാന ചുവടുവയ്പ്പാണിത്.